സോ ഹായ് ഹലോ. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസിൻ്റെ ഹംത പാസിൻ്റെ ഐറ്റിനറിനെ പറ്റിയാണ്. സോ ഹംത പാസ് വരുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള സേത്തനിൽ നിന്നാണ്. സോ ഇതൊരു മോഡറേറ്റ് ട്രക്കാണ്, ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ട്രക്കാണ്. ഓക്കെ ആയിട്ടുള്ള ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടും കുറച്ചൊരു സ്പോർട്സ് ഒരു എൻഡ്യൂറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയ ട്രക്കാണ്. 5 ഡേയ്സും 4 നൈറ്റ്സുമാണ് ഈ ട്രക്ക് വരുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും വരുന്നത് മണാലിയാണ്. ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഏകദേശം 30 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും. ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ 14,100 feet ആണ് വരുന്നത്. ഹംത പാസ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിലെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ആ ടൈമിൽ മാത്രമേ ട്രക്ക് ഓപ്പൺ ആവുള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ സ്നോ കാരണം ട്രക്ക് ക്ലോസ്ഡ് ആവും. അപ്പോൾ ഷോർട്ട് ഐറ്റിനറി പറയാനാണെങ്കിൽ ഡേ 1 മണാലി ടു ജോബ്ര, ഇവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് മണാലിയിൽ നിന്ന് ജോബ്രയിലേക്ക് വണ്ടി മാർഗം കൊണ്ടുപോകാൻ ചെയ്യാം. ഈ വണ്ടിയൊക്കെ നമ്മൾ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജോബ്രയിൽ നിന്ന് ചിക്കാറിട്ടുള്ള ഫസ്റ്റ് ക്യാമ്പ് സൈറ്റിലേക്ക് ട്രക്ക് ചെയ്യാനാണുള്ളത്. ഡേ 2 ചിക്കേന്ന് അടുത്ത ക്യാമ്പ് സൈറ്റ് ആയിട്ടുള്ള ബാലൂക്ക ഗിയറേക്ക് ട്രക്ക് ചെയ്ത് പോകാനാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാലൂക്ക ഗിയറയിൽ നിന്ന് 3rd ഡേ ആണ് ഹംത പാസ് ക്രോസ് ചെയ്യുക, അന്നാണ് സബ്മിറ്റ് അടിക്കുക. അതിനുശേഷം ഷേഗുരു പറഞ്ഞിട്ടുള്ള ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഡേ 4 ഷേഗുരുന്ന് ചത്രുവിലേക്ക് ട്രക്ക് ചെയ്തിട്ട് ചത്രുന്ന് വണ്ടി മാർഗം ചന്ദ്രതാലിലേക്കിലേക്ക്. ആ ടൈമിൽ ചന്ദ്രതാൽ ഓപ്പൺ ആണെങ്കിൽ ഇഫ് ആക്സസിബിൾ ചന്ദ്രതാലിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ചന്ദ്രതാൽ പോയി തിരിച്ച് ചത്രുവിലെത്തി 4th ഡേയിൽ ചത്രുവിൽ സ്റ്റേ, 5th ഡേയിൽ ചത്രുവിന് മണാലിക്ക് യാത്ര ചെയ്യും. അങ്ങനെയാണ് പാക്കേജ് വരുന്നത്. സോ കേരളത്തിൽ നിന്ന് എത്താനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്, നാട്ടിൽ നിന്ന് ഡൽഹിക്ക് ട്രെയിൻ കയറുക. ഡൽഹി എത്തിയതിന് ശേഷം അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റത്തെ രാത്രി ബാച്ചിന് അനുസരിച്ച് ബാച്ച് എന്നാണോ അതിന്റെ തലേന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് ബസ് കയറുക. കാശ്മീരി ഗേറ്റ് എന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസ് ഉണ്ടാവും. റെഡ് ബസ് എന്നിട്ടുള്ള ആപ്പിൽ ഡയറക്റ്റ് ബസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തരാവുന്നതാണ്. അറിയാത്ത ആളാണെങ്കിൽ ഇന്ന് രാത്രി കയറിയാൽ നാളെ രാവിലെ 7 മണി 8 മണി 9 മണി ആ ടൈം ആകുമ്പോഴേക്കും മണാലി എത്താവുന്നതാണ്. അപ്പം പിക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. ബാച്ചിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. എല്ലാ മെമ്പേഴ്സിനും വെച്ച് കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഗ്രൂപ്പിലായിരിക്കും അറിയിക്കാം. അങ്ങനെ ഡേ 1 മണാലിയിൽ നിന്ന് ജോബ്രയിലേക്ക് വണ്ടി മാർഗം നമ്മൾ കൊണ്ടുപോകും. കാണാൻ പോകുന്നത് പറഞ്ഞാൽ ബീസ് റിവറും കുളു വാലിയിലുള്ള ഈ പൈൻ മരങ്ങളും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റും ഒക്കെ കണ്ടിട്ട് ഭയങ്കര സീനിക് ആയിട്ടുള്ള റൂട്ടിലൂടെ വണ്ടി യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ജോബ്രയിലെത്തും. ജോബ്രയിൽ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ചിക്കയിലേക്ക് യാത്ര തിരിക്കും. ചിക്കയിലെത്തിയിട്ട് അന്ന് അവിടെ സ്റ്റേ, ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിക്കയിലായിരിക്കും സ്റ്റേ. അത് കഴിഞ്ഞിട്ട് ഡേ 2 ചിക്കയിൽ നിന്ന് ബാലൂക്ക ഗിറ. ഈ ഹംത പാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പച്ചപ്പുള്ള ഒരു ടെറൈനിൽ നിന്ന് ഭയങ്കര ഡ്രൈയും റിജിഡും ആയിട്ടുള്ള ലഹോൾ സ്പിതിന്റെ ടെറൈനിലേക്ക് മാറുന്ന ഒരു ട്രക്കാണ്. ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രക്കാണ് ഈ ഹംത പാസ്. അങ്ങനെ ഡേ 2 ചിക്കയിൽ നിന്ന് ബാലൂക്ക ഗിറയിലേക്ക് ട്രക്ക് ചെയ്യും. സോ ഈ അരുവികളും വാട്ടർഫോൾസും എല്ലാം കണ്ട് ഈ വാലിയിലൂടെ നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയിട്ട് അന്ന് അവിടെ ബാലൂക്ക ഗിറയിൽ സ്റ്റേ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഡേ 3 സമ്മിറ്റിക്ക് പുഷ് ചെയ്യും. ഈ ഡേ 3 ഇത്തിരി കൂടി ട്രക്ക് ചെയ്യുമ്പോൾ ടെറൈനും കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ട് ആവാൻ പോകുന്നത്, ഇത്തിരി സ്റ്റീപ്പ് ആവാൻ പോകുന്നത് ഡേ 3 അതുവരെ മോഡറേറ്റ് ആയിട്ടുള്ള ട്രെയിൽസും കാര്യങ്ങളായിരിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ യാത്രയിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന വേറെ സംഭവമാണ് റിവർ ക്രോസിംഗ്. റിവർ ക്രോസിംഗ് അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ്സ് തരുന്നതാണ്. ഓക്കെ, റിവർ ക്രോസിംഗിൽ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും കൈ പിടിച്ചിട്ട് ഒരുമിച്ചായിരിക്കും റിവർ ക്രോസ് ചെയ്യാൻ ഉണ്ടാവുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഡേ 3 സമ്മിറ്റ് അടിക്കും. ഹംത പാസ് സമ്മിറ്റ് അടിക്കും. സമ്മിറ്റിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഷേഗുരുവിൽ ഡേ 3 അവസാനിപ്പിക്കും. ഡേ 3 ഏകദേശം 8 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യാണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് ഡേ 4 ഷേഗുരുന്ന് ചത്രുവൈ ചന്ദ്രതാലിലേക്ക് വണ്ടി മാർഗം പോകുന്നതാണ്. സോ ചത്രുവിലേക്ക് എത്താൻ ഏകദേശം 3-4 മണിക്കൂറിന് ട്രക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മണിക്കൂറിന്റെ യാത്ര ഉണ്ട് ചത്രുവിൽ നിന്ന് ചന്ദ്രതാലിലേക്ക്. സോ ഇതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഈ യാത്രയിൽ തന്നെ ഏറ്റവും മേജർ ഹൈലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രതാലും കണ്ട് ചന്ദ്രതാലിന് നമ്മൾ തിരിച്ച് ചത്രുവിലേക്ക് തന്നെ വീണ്ടും വരും. എന്നിട്ട് അവിടെ സ്റ്റേ. അത് കഴിഞ്ഞ് ഡേ 5 നിങ്ങളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാം മണാലിയിൽ. ഓക്കെ, അപ്പം ഇതിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, ഈവനിങ് ടീ മുതലുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എല്ലാ ബാച്ചിലും ഗൈഡും ഉണ്ടാവുന്നതാണ്. പിന്നെ ട്രക്കിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ചോദിക്കുന്നതാണ് ഡ്രസ്സിങ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ വാം ലെയർ ആയിട്ട് തെർമൽസ്, അതിന്റെ മുകളിൽ ഫ്ലീസ്, അതിന്റെ മുകളിൽ ഡൗൺ ജാക്കറ്റ്, ഇങ്ങനെ 3 ലെയർ ആയിട്ട് വേണം ട്രക്കിന് വരാൻ. പിന്നെ ക്യാരി ചെയ്യുന്ന ഡ്രസ്സ് കുറച്ചെങ്കിലും വാട്ടർ റെസിസ്റ്റന്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാന്നാണെങ്കിൽ റെയിൻ പോഞ്ചോ ഇടാവുന്നതാണ്, എന്ന് വെച്ചാൽ മയക്കോട്ട് മരുത്ത മെറ്റീരിയൽ വെച്ചിട്ട് ഇടാവുന്നതാണ്. പിന്നെ ബാഗിന്റെ കാര്യത്തിലാണെങ്കിൽ 40 to 50 ലിറ്ററിലെ ബാഗ് വേണം. സൺഗ്ലാസസ് വേണം, സൺസ്ക്രീൻ വേണം, ഗ്ലൗസ് വേണം, ക്യാപ്പ് വേണം. വിന്റർ കഴിഞ്ഞ സമയമായതിനാൽ മൺസൂൺ ട്രക്കാണെങ്കിൽ കൂടി വെയിൽ നല്ലോണം അടിക്കും. സോ ഡേ ടൈമിൽ നമ്മൾ നല്ലോണം UV റേസിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ബോഡി ടയർഡ് ആക്കും. സോ സൺഗ്ലാസസും സൺസ്ക്രീനും നല്ലോണം റെക്കമെൻഡഡ് ആണ്. പിന്നെ വാട്ടർ ബോട്ടിൽസ്, എനർജി സ്നാക്സ്, ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. മരുന്ന് എടുക്കുന്ന ആളാണെങ്കിൽ മുമ്പേ ഗൈഡിനെ അറിയിക്കണം എന്ത് തരത്തിലുള്ള മരുന്ന കാര്യങ്ങളാണുള്ളത്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഒറ്റയടിക്ക് മരുന്ന് കുടിച്ചാൽ ബോഡിയിൽ അത് ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. സോ എന്ത് മരുന്ന് മേടിക്കുന്ന ആളാണെങ്കിലും നേരത്തെ ഗൈഡിനെ അറിയിക്കണം.
അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേ 1 ലഞ്ച് മുതൽ ഡേ 5 ബ്രേക്ക്ഫാസ്റ്റ് വരെ ആയിരിക്കും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. അക്കോമഡേഷൻ വരുന്നത് ഷെയറിംഗ് ബേസിസിലായിരിക്കും. ടെന്റും കാര്യങ്ങളും ഒന്നെങ്കിൽ 3% അല്ലെങ്കിൽ 4% ടെൻസ് ആയിരിക്കും തരിക. രാത്രി ആകുമ്പോൾ സ്ലീപ്പിംഗ് ബാഗും കിടക്കാനുള്ള ടെന്റും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഗേറ്റേഴ്സും ക്രാമ്പൺസും ആവശ്യമാണെന്നാണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും. പിന്നെ മണാലിയിൽ നിന്ന് ട്രക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള വെഹിക്കിളും തിരിച്ച് മണാലിയിലേക്കുള്ള വെഹിക്കിളും പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യും. എല്ലാ ബാച്ചിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രക്ക് ലീഡേഴ്സും സപ്പോർട്ട് സ്റ്റാഫും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫോറസ്റ്റ് എൻട്രി, ക്യാമ്പിംഗ് ഫീസ് ഇതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കയ്യിൽ കരുതാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആധാർ കാർഡ് തന്നെയാണ്. പരമാവധി എല്ലാവരും കയ്യിൽ കരുതുക. ഫിസിക്കൽ കോപ്പി തന്നെ കരുതുക എന്തായാലും. അതുപോലെ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ, ഫോണിന്റെ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ റിലയബിലിറ്റി കുറവായിരിക്കുന്നതിനാൽ നേരത്തെ വീട്ടുകാരെയും ഒക്കെ അറിയിക്കുക. റേഞ്ച് ഉണ്ടായിക്കോളന്നുണ്ടാവില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്യാഷ് കയ്യിൽ കരുതാൻ നോക്കുക. റേഞ്ച് ഇല്ലാത്തതിനാൽ ഗൂഗിൾ പേ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സോ പരമാവധി എല്ലാവരും ക്യാഷ് കയ്യിൽ കരുതാൻ നോക്കുക.